ഗൈസ്, നിങ്ങൾ സൗദി അറേബ്യയിൽ പ്രൈവറ്റ് സെക്ടറിൽ വർക്ക് ചെയ്യുന്നവരാണോ? നിങ്ങൾക്ക് ഫാമിലി വിസ എടുക്കാനായിട്ട് താല്പര്യമുണ്ടോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ഫുൾ ആയി കാണുക. മയസുദയാണ് ദമാമിന്ന്. നമ്മുടെ നഴ്സസിന്റെ ഡിപെൻഡന്റ് വിസന്റെ വീഡിയോ ഇട്ടപ്പോൾ തൊട്ട് നമുക്ക് ഡെയിലി ഒരു 3 എൻക്വയറി എങ്കിലും വരാറുണ്ട്. അത് കൂടുതലും വരുന്നത് പ്രൈവറ്റ് സെക്ടറിൽ വർക്ക് ചെയ്യുന്നവർക്കാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഒരു വീഡിയോ ചെയ്താൽ അവർക്കും കൂടെ ഉപകാരപ്പെടുമെന്ന്. ഫസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ് അവരുടെ HR-ന്ന് ഈ ഒരു ഫാമിലി വിസ അവർ പ്രൊവൈഡ് ചെയ്യുമോ ഇല്ലേ എന്നുള്ള കാര്യം ഒന്ന് അന്വേഷിക്കുക എന്നുള്ളത്. കമ്പനിയിൽ നിന്ന് വിസ തരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് നമുക്ക് വേണ്ടത് അവര് നമ്മുടെ ഫാമിലിന്റെ ലെവി കവർ ചെയ്യുമോ, പിന്നെ അതുപോലെ തന്നെ ഹെൽത്ത് ഇൻഷുറൻസ് ഒക്കെ കവർ ചെയ്യുമോ എന്നാണ് അറിയേണ്ടത്. സൗദി അറേബ്യയിൽ നമുക്ക് ഏറ്റവും കൂടുതൽ എക്സ്പെൻസ് വരുന്നത് ലെവി അടയ്ക്കുന്നതിനാണ് അല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമുക്ക് ലെവി എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്. അപ്പൊ അതിന്റെ റേറ്റ് വരുന്നത് 400 റിയാലാണ് പെർ ഹെഡ് വരുന്നത്. വിസ മാത്രമാണ് അവർ തരുന്നുണ്ടെങ്കിൽ ലെവിയും ഹെൽത്ത് ഇൻഷുറൻസും നിങ്ങളാണ് പേ ചെയ്യേണ്ടത്. നമ്മുടെ HR-ന്ന് നമുക്ക് വാങ്ങിക്കേണ്ട 2 ഒഫീഷ്യൽ പേപ്പറാണ്. ആ 2 ഒഫീഷ്യൽ പേപ്പറിന്റെ ഫോർമാറ്റ് എനിക്ക് മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫോർമാറ്റ് എങ്ങനെയാണെന്ന് ഞാനൊന്ന് പറഞ്ഞുതരാം. പിന്നെ അതുപോലെ തന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് വരുന്നത് ഡോക്യുമെന്റേഷൻ സെക്ഷൻ ആണ്. ആ ഡോക്യുമെന്റ്സിൽ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ വേണ്ടി വരും. അതെന്തൊക്കെയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് വേണ്ടത് മാരേജ് സർട്ടിഫിക്കറ്റ് ആണ്. അത് അറ്റസ്റ്റും ചെയ്യണം, അതുപോലെ തന്നെ ട്രാൻസ്ലേഷനും ചെയ്യണം. നെക്സ്റ്റ് വേണ്ടത് കുട്ടികളുണ്ടെങ്കിൽ കുട്ടികളുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് ആണ്. അത് അറ്റസ്റ്റേഷൻ ചെയ്യണം, ട്രാൻസ്ലേഷൻ ചെയ്യണം. അപ്പൊ ഈ 2 ഡോക്യുമെന്റ് ആണ് മെയിൻ ആയിട്ട് വേണ്ടത്. പിന്നെ നിങ്ങൾ ഏത് പ്രൊഫഷനിലാണോ വർക്ക് ചെയ്യുന്നത് ആ പ്രൊഫഷന്റെ ഒരു ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഉണ്ടാവും. ആ ഡിഗ്രി സർട്ടിഫിക്കറ്റും അറ്റസ്റ്റേഷൻ ചെയ്യണം, ട്രാൻസ്ലേഷൻ ചെയ്യണം. ഈ ഡോക്യുമെന്റ്സ് എല്ലാം നിങ്ങളുടെ കയ്യിൽ റെഡി ആണെന്നുണ്ടെങ്കിൽ നിയറസ്റ്റ് ഇസ്തിഗ്ദാം ഓഫീസിൽ നിങ്ങൾ പോയിട്ട് അപ്പോയിന്റ്മെന്റ് എടുത്തിട്ട് വേണം കേട്ടോ പോകാനായിട്ട്. ഇവിടുന്നാണ് നമുക്ക് വിസ ഇഷ്യൂ ചെയ്യുന്നത്. വിസേന്റെ ഫീസ് അതിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇസ്തിഗ്ദാമിൽ വിസേന്റെ ഫീസ് നമുക്ക് പ്രൈവറ്റ് സെക്ടറിൽ വർക്ക് ചെയ്യുന്നവർക്ക് ചാർജ് ചെയ്യേണ്ടി വരും. ഇനി ഈ വിസ ഇഷ്യൂ ആയി കഴിയുമ്പോൾ നമ്മുടെ നോർമൽ പ്രോസസ്സ് നമ്മൾ ചെയ്യുന്ന നാട്ടിലെ VFS വഴി നമ്മൾ സ്റ്റാമ്പിങ്ങിന് കൊടുക്കുകയാണ്. അതിന് മുന്നോടിയായി 12 വയസ്സിന് താഴെയുള്ള പിള്ളേരാണെന്നുണ്ടെങ്കിൽ അവർക്ക് വാക്സിനേഷൻ സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ 12 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും മെഡിക്കലുമാണ് നിർബന്ധം. അപ്പം ഈ വരുന്ന ഫാമിലി മെമ്പേഴ്സിന്റെ എല്ലാ സ്പോൺസർ ആരാന്നറിയണ്ടേ? നമ്മൾ തന്നെയാണ്. പിന്നെ നമ്മൾ അങ്ങനെ ഓരോ പ്രോസസ്സ് ചെയ്യാനായിട്ട് ആരുടെയും നമ്മൾ ഏജൻസിന്റെ നമ്പർ ഒന്നും കൊടുക്കുന്നില്ല. ആക്ച്വലി ഈ ഒരു പ്രോസസ്സ് നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അപ്പം പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ട്, നിങ്ങൾക്ക് അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പറയുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. +91 9605 061431 എന്ന നമ്പറിലേക്ക് എന്റെ നമ്പറാണ്. അതിലൊന്ന് ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞുതരാം. ഒരു മോസ്റ്റ് റിക്വസ്റ്റഡ് വീഡിയോ ആയിരുന്നു കേട്ടോ ഇത്. അപ്പൊ ഇത് നിങ്ങൾക്ക് ഇൻഫർമേറ്റീവ് ആണെന്ന് തോന്നുവാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇതുപോലെയുള്ള ഇൻഫർമേറ്റീവ് വീഡിയോസിനായി നമ്മളെ ഒന്ന് ഫോളോ കൂടി ചെയ്യണേ. താങ്ക്